നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് 3 ഇരട്ടിയാണ് കേരളത്തിൽ MDMA കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെത്തലിൻ ഡയോക്സി മെത്താഫ്തമീൻ അല്ലെങ്കിൽ MDMA സിന്തറ്റിക് ഡ്രഗ്സ് വിഭാഗത്തിൽപ്പെടുന്ന ഈ മയക്കുമരുന്ന് മോളി, എക്സ്റ്റസി, എക്സ്, എം എന്നീ വിളിപ്പേരുകളിലും അറിയപ്പെടുന്നു. ചികിത്സാ രംഗത്ത് പോലും ഈ MDMA മയക്കുമരുന്നിന് സ്വീകാര്യത ലഭിച്ചിട്ടില്ല. MDMA ഉപയോഗിച്ച ആളുടെ ശരീരത്തിൽ 90 ദിവസം വരെ MDMAയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും. രക്തത്തിലും ഉമിനീരിൽ നിന്ന് 2 ദിവസവും, യൂറിനിൽ നിന്ന് 4 ദിവസവും, മുടിയിൽ നിന്ന് 90 ദിവസവും MDMAയുടെ അവശേഷിപ്പ് കണ്ടെത്താൻ കഴിയും. ഇതുകൂടാതെ ഏറ്റവും മോശം വിഡ്രോവൽ സിൻഡ്രോം ഉള്ള മയക്കുമരുന്ന് കൂടിയാണ് MDMA. അത് ഉപയോഗിക്കുന്ന വ്യക്തികളുടെ തലച്ചോറിന്റെ ന്യൂറോ സിസ്റ്റത്തെയും വളരെയധികം മോശമായി ബാധിക്കുകയും ബൈപോളാർ ഡിപ്രഷൻ തുടങ്ങിയ പല മാനസിക അസുഖങ്ങളും, ഇതുകൂടാതെ പല്ലുകൾ ദ്രവിക്കുവാനും ലൈംഗിക ശേഷി കുറയുവാനും കൂടാതെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകൾ കുറയുന്ന സമയം കുഴഞ്ഞു വീണ് മരണം വരെ സംഭവിക്കാനും കാരണമാവുന്ന മയക്കുമരുന്നാണ് MDMA പോലെയുള്ള മയക്കുമരുന്നുകൾ കൈവശം വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. 0.5 ഗ്രാം വരെ MDMA ഉൾപ്പെടുന്ന കേസുകളിൽ 10,000 രൂപ പിഴയും 1 വർഷം വരെ കഠിന തടവും ലഭിക്കാവുന്ന കുറ്റമാണ്. 0.5 ഗ്രാം മുതൽ 10 ഗ്രാം വരെയുള്ള MDMA കേസുകളിൽ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. 10 ഗ്രാമിന് മുകളിലാണ് MDMA കൈവശം വയ്ക്കുന്നത് ഉപയോഗിക്കുന്നതെങ്കിൽ 10 വർഷം മുതൽ 20 വർഷം വരെ കഠിന തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് സെക്ഷൻ 31A പ്രകാരം MDMA പോലുള്ള മയക്കുമരുന്ന് കേസുകളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻഡേഴ്സിന് വധശിക്ഷ അല്ലെങ്കിൽ 30 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.